വിവിധ ഖാദിമാർക്ക് ആസ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ. അവർക്ക് ഓഫീസുകളുണ്ട്, അവർക്ക് സംവിധാനങ്ങളുണ്ട്. അവരടുക്കൽ വരുന്ന ഖാദിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള വഴികൾ എല്ലാ സംയുക്ത മഹല്ല് ജമാഅത്തുകളിലുമുണ്ട്. കാസർഗോഡ് മുതൽ കേരളത്തിൽ മുഴുവനുമായി ആ സംവിധാനമുണ്ട്. എന്നാൽ മഹാനായ PMSA പൂക്കോയത്തങ്ങളും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അടക്കമുള്ള പാണക്കാട് സാദാത്യങ്ങൾക്ക് നൂറുകണക്കിൽ മഹല്ലുകളുടെ ഉത്തരവാദിത്തമുണ്ടെങ്കിലും പാണക്കാട്ടെ വട്ടമേശയ്ക്ക് ചുറ്റും ചൊവ്വാഴ്ച അവിടെ വന്നിരുന്നാൽ വളരെ സ്പീഡായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സംവിധാനമായിരുന്നു ആ കാലത്ത് അവരുടെ ആത്മീയ നേതൃത്വം. ഇപ്പോൾ മഹാന്മാരായ പാണക്കാട് സാദാത്യങ്ങളായ സയ്യിദുൽ ഉലമ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിലേക്ക് ഈ ഉത്തരവാദിത്തം വരുമ്പോൾ ഇത് 1300ഓളം വരുന്ന മഹല്ലുകളായി വർദ്ധിക്കുകയാണ്. ആ സമയത്ത് അവർക്ക് ബാധ്യതകളും മറ്റും വർദ്ധിക്കുകയാണ്. തിരക്ക് പിടിച്ച രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ വിവിധങ്ങളായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടാനുള്ളൊരു സംവിധാനം ഉണ്ടാവണമെന്ന് പൂർവ്വകാല പാണക്കാട് സാദാത്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടപ്പിൽ വരുത്തിയത് ഇപ്പോൾ ഈ ഖാദി ഫൗണ്ടേഷനോട് കൂടിയാണ്. നമുക്കറിയാം, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇവിടെ ചിലർ ചോദിക്കുന്നുണ്ട്, സമസ്തക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ഖാദി ഫൗണ്ടേഷൻ? സമസ്തൻ്റെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. അറബി കോളേജുകളുണ്ട്, യതീംഖാനകളുണ്ട്. അതിനൊക്കെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത് ഇന്നാലിന്ന ഫ്രാൻസിസ് റോഡുമായി ബന്ധപ്പെട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും അറബി കോളേജുകളുടെയും മഹല്ലുകളുടെയും ഒക്കെ നിയന്ത്രണമെന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ ഈ ഖാദി ഫൗണ്ടേഷൻ്റെ ഭരണഘടനയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയമനുസരിച്ചുള്ള മാത്രമുള്ള നടപടിക്രമങ്ങളും മറ്റുമായിരിക്കും ഖാദി ഫൗണ്ടേഷൻ്റെത്. പിന്നെ അപ്പം ഇതിനായിട്ടൊരു പ്രത്യേകമായിട്ടൊരു കണ്ടുകൊണ്ട് കാണേണ്ട ആവശ്യമില്ല. ഇതൊരു സ്വതന്ത്രമായ സംഘടനയാണ്. എന്നാലോ സമസ്തക്ക് കീഴിൽ, കാരണം സമസ്തക്കാർക്ക് മാത്രമേ ഖാദി ബൈഅത്ത് എന്നൊരു സംവിധാനമുള്ളൂ. നദ്വത്തുൽ മുജാഹിദീനോ ജമാഅത്തെ ഇസ്ലാമിക്കോ അങ്ങനെ ഒരു പരിപാടിയില്ല. ഒരു ഖാദിനെ ബൈഅത്ത് ചെയ്യാന്നുള്ള പരിപാടിയില്ല. പലരും ഇതൊരു മുജാഹിദ് ഫൗണ്ടേഷനായി ചിത്രീകരിക്കുന്നവരുണ്ട്. അവർ മണ്ടന്മാരാണ്. അവർക്കറിയില്ല എന്താണ് ഖാദി, എന്താണ് ബൈഅത്ത്, എന്താ മഹല്ല് എന്നറിയാത്ത ആത്മജ്ഞാനികളായ ആളുകൾ ഇതിനെതിരിൽ തിരിയാറുണ്ട്. അവരെ നമുക്ക് അവിജ്ഞയോടെ തള്ളാം. മറ്റ് ചില കാര്യങ്ങൾ നമുക്ക് ഉണർത്താനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് ശൈഖുനാ ശംസുൽ ഉലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് ലക്ഷക്കണക്കിൽ മുസ്ലിമീങ്ങളുടെ, സുന്നി മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിലാണ് സമസ്ത. 4 ആൾ പുറത്ത് കയറിയിട്ട് ഞാനാണ് സമസ്ത, ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞാൽ അത് ശൈഖുന തന്നെ പറയാറുണ്ട്, ആ പാതിരാക്ക് പണി, 12 മണിക്ക് ശേഷം മതി ആ പരിപാടി. കാരണം ഒരു കാക്കനോട് ചോദിച്ചു പോലും, എന്താണ് ഈ കുറുക്കന്മാർ, ഒരു കുറുക്കൻ ഓരിടും, കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള കുറുക്കന്മാരൊന്നായിട്ട് കൈ പൊക്കിയിട്ട് ഓക്കെ എന്ന് പറയും. അത് രാജ്യക്കൻ്റെതാണോ എന്നൊരു കുറുക്കൻ പറയുമ്പോൾ പാതിര സമയത്ത് മറ്റുള്ള കുറുക്കന്മാർ അതെ. അതുപോലെ പാതിര സമയത്ത് പറഞ്ഞാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പവിത്രമായ സംഘടനയെ കൊച്ചാക്കി കാണിക്കാൻ വന്ന ശംസുൽ ഉലമയെയും പാണക്കാട് സാദാത്യങ്ങളെയും കണ്യസ്തുസാദിനെയൊക്കെ ചെറുതാക്കി കാണിക്കാൻ ചില ആളുകൾ കോഴിക്കോട് ജില്ലയിൽ പണ്ടും വന്നിട്ടുണ്ട്. ഇപ്പം ആ കേക്കം ഭാഗത്തുനിന്ന് സലീം അടക്കർ സാഹിബിൻ്റെ നാട്ടിൽ നിന്ന് ഒരു ചങ്ങായി നമ്മൾ കോഴിക്കോട്ട് വന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഞങ്ങളുടെ നാട്ടിനടുത്ത് താമസിക്കുന്നുണ്ട്. അയാളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് കൂടിയിരിക്കാം. അയാൾ, ഞാൻ പറയുന്നത് മരപ്പൊത്തിലാണ്, ഷജറപ്പൊത്തിലാണ് അയാൾ താമസിക്കുന്നത്. പുറത്തിറങ്ങി നടക്കാൻ അയാൾക്ക് സാധിക്കില്ല. പുറത്തിറങ്ങിയാൽ അയാൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അയാൾ എന്നെ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് മതി, എൻ്റെ കൂടെ ആരും വേണ്ട, ഖാദി ഫൗണ്ടേഷനെ ഞങ്ങൾ അടിച്ചു പൊളിക്കും, മഹല്ലത്തേക്ക് അടുപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചങ്ങാതിങ്ങനെ മരപ്പൊത്തിലിരുന്ന് പറയുന്നുണ്ട്. ആ മരപ്പൊത്ത് കോഴിക്കോട് ജില്ലയിലാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അയാളുടെ നാട്ടിലേക്ക് പോവാം. എവിടെയാണ് അയാളുടെ നാട് എനിക്കറിയില്ല, നിലമ്പൂരിൻ്റെ ആ ഭാഗത്താണ്. അങ്ങോട്ടേക്ക് പോവാം. കോഴിക്കോട് ജില്ലയിൽ വന്ന് പാണക്കാട് തങ്ങൾ ചെയർമാനായ
ഒരു സ്ഥാപനത്തിലിരുന്നിട്ട് ആ ഓഫീസിലിരുന്നിട്ട് തോന്നിവാസം വിളിച്ച് പറയാൻ ഒരിക്കലും കോഴിക്കോട് ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അനുവദിക്കില്ല എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് ഇയാൾ വിളിച്ച് പറയുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അയാൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഇമാം മഹ്ദി വന്നാൽ സ്വീകരിക്കാൻ മുസ്ലിമീകൾ ആരും ഉണ്ടാവില്ല, അത് മോഡിയും മോഡി അനുയായികളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരൊറ്റ മുസ്ലിം ഉണ്ടാവില്ല, ഇവിടുത്തെ ഹിന്ദുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹിന്ദുക്കൾ ഉണ്ടായിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല, മുസ്ലിമീകൾ ആരും സ്വീകരിക്കാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഇയാൾ ആരോട് അച്ചാരം വാങ്ങിയിട്ടാ? ഇപ്പം അയാൾ പറയുന്നത് എന്താണോ, സുരേഷ് ഗോപി മാത്രമാണ് സുന്നി. അത് പണ്ട് ഷെയ്ഖുന് ചോദിച്ച മാതിരി ശംസുൽ എന്ത് സുന്നിയാണോ ഇത്, സുന്നത്ത് കഴിക്കാത്ത സുന്നിയോ? ശംസുൽ പണ്ട് ചോദിച്ചതാ, എന്ത് സുന്നിയാണിത്, സുന്നത്ത് കഴിക്കാത്ത സുന്നിയോ? അത് ശംസുൽ പറഞ്ഞ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു. 35 കൊല്ലം മുമ്പ് കോഴിക്കോട് പ്രത്യക്ഷപ്പെട്ട ഒരു വിഭാഗം ഉണ്ടല്ലോ, അവർ അന്ന് ചെയ്ത പരിപാടി, കുന്നമംഗലത്തെ ഒരു സ്ഥാനാർത്ഥി ബാലൻ വൈദ്യരും അതുപോലെ തന്നെ വേറെ KP രാമനും, അവിടെ KP രാമൻ മുജാഹിദും ബാലൻ വൈദ്യർ സുന്നിയും, സുന്നിക്ക് വോട്ട് ചെയ്യണം. അന്ന് ശംസുൽ നബി ചോദിച്ചു, ഇത് എന്ത് സുന്നിയാണടാ, സുന്നത്ത് കഴിക്കാത്ത സുന്നിയോ? അതുപോലെ ഈ മഹാദേഹത്തിൻ്റെ നേതാവ് സുരേഷ് ഗോപി ഈ തരത്തിലുള്ള സുന്നിയാണോ? അത് നിങ്ങൾ വളാഞ്ചേരിയിലുള്ള മുൻ മന്ത്രിയുടെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, കോഴിക്കോട് ജില്ലയിൽ പറയാൻ ഇനി അനുവദിക്കില്ല, ആരും ഇതിൽ പ്രതികരിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളിങ്ങനെ തുള്ളിച്ചാടണ്ട. കൂടുതൽ കാലം ഇത് സഹിക്കാൻ സാധ്യമല്ല. ആ മഹത്തായ സ്ഥാപനത്തെ സംരക്ഷിക്കൽ സമസ്തകളുടെ ജമിയത്തുൽ ഉലമക്ക് ബാധ്യതയായതുകൊണ്ട് മാത്രമാണ് ആരും പരസ്യമായി പ്രതികരിക്കാത്തത്. അതിൻ്റെ ചെയർമാൻ സാദിഖ് അലി ശിഹാബുകളാണെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തിരികെ സംസാരിക്കുന്നില്ല. ഖാദിമാർക്ക് ഒരു ആസ്ഥാനം വേണം, അത് പാണക്കാട്ട് ഇൻഷാ അല്ലാഹ് അതിന് തന്നെ ഒരു തറക്കിലിട പാണക്കാട്ടുകാരൻ്റെ സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അത് നിർമ്മാണം ഉടനെ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. പിന്നെ പ്രത്യേകമായി പറയാനുള്ളത്, മഹാനായ പാണക്കാട് സാദിഖ് അലി ശിഹാബുകൾ SKSSFനെ ജനകീയവൽക്കരിച്ച 15 കൊല്ലത്തോളം പ്രസിഡൻ്റായ SKSSFനെ ഈ രാജ്യത്ത് വളർത്തിയെടുത്ത നേതാവാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബുകൾ. അദ്ദേഹത്തിന് സുന്നത്ത് ജമാഅത്തിന് ചോർന്ന് എന്ന് പറയാൻ ഒരു ഉമ്മ പെറ്റവനും സാധിക്കില്ല എന്ന് മാത്രം തൽക്കാലം ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. പാണക്കാട് സാദാത്തികൾ ചെറുതാക്കുകയോ സാദിഖ് അലി ശിഹാബുകളോട് നിൽക്കുന്ന SVSന്റെ പ്രസിഡന്റ് അല്ലാമാൻ, വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവിൻ്റെ ട്രഷറർ അല്ല അദ്ദേഹം, SNDCയുടെ ട്രഷറർ അല്ലേ മഹാനായ തങ്ങൾ? ഇപ്പോൾ SKSFന്റെ സ്റ്റേറ്റ് തല അഖിലേന്ത്യാ തല പരിപാടി നടക്കാൻ പോകാൻ അടുത്ത ദിവസം, അതിൽ മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങളിലെ സയ്യിദുൽ ഉമ്മ എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും അത് ഈ ഉമ്മത്തിൻ്റെ നേതാവായിട്ട് അവിടെ സംസാരിക്കാൻ പോകുന്നില്ലേ? എവിടെയാണ് അവിടെ കുഴപ്പം? അവിടെ സുന്നത്ത് ജമാഅത്ത് ചോർന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ ഇവന്മാരോട് ചോദിക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘി സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. നമ്മുടെ പരിപാടി നീണ്ടുപോകും, ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിലാക്കാം. ഇതിനൊക്കെ പിടിച്ചു കെട്ടാനാണ് കോഴിക്കോട് ജില്ലയിലെ നെഞ്ഞൂക്കുള്ള നേതാക്കളെ ഈ ഖാദി ഫൗണ്ടേഷൻ്റെ കീഴിൽ ഇവിടെ വിളിച്ചു ചേർത്തത്. ഇത് സമസ്തൻ്റെ ഒരു പോഷക സംഘടന പോലെയുള്ള ഒരു സംഘടന തന്നെയാണ്. 100ാം വാർഷികം വരികയാണ്. ഇവിടെ 100ാം വാർഷികം വരികയാണ് സമസ്തൻ്റെ. അത് വിജയിപ്പിക്കാനുള്ള കടമ നമ്മുടെ ഖാദി ഫൗണ്ടേഷനുണ്ട്. സമസ്തൻ്റെ എല്ലാ കീഘടകങ്ങൾക്കുമുണ്ട്. അതിനേക്കാൾ കൂടുതൽ മഹല്ലത്തുകളുടെ ഉത്തരവാദിത്തം ഖാദി ഫൗണ്ടേഷൻ ആയതുകൊണ്ട് ഖാദി ഫൗണ്ടേഷൻ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം വിജയിപ്പിക്കാൻ വേണ്ടി ശക്തിയായി രംഗത്തിറങ്ങണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.